അപ്പൊ ഞാനിങ്ങനെ എത്ര വയ്യാതാവതില്ലാതെ നിന്ന് കഴിഞ്ഞാലും ഈ ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പ്രായത്തിലുള്ള ആളുകൾ പറയുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ചേച്ചിക്ക് ഇങ്ങനെ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ സ്വായത്തമാക്കിയ അല്ലെങ്കിൽ എന്നിലേക്ക് വന്ന ആ പോസിറ്റീവ് എനർജിയുടെ പവറാണ്. ഐ ആം ദ പവർ ഓഫ് എനർജി. ഞാൻ പറയാത്ത രോഗങ്ങൾ പോലും എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സ്വഭാവം. എനിക്ക് വളരെ എനർജറ്റിക് പവർ കിട്ടി. കണ്ടിന്യൂസ് രക്തം മാത്രമേ പോകുന്നുള്ളൂ, മലം പോകുന്നില്ല, വിശപ്പ് ഇല്ല, ദാഹമില്ല, ഉറക്കമില്ല, എല്ലാവിധ അസ്വസ്ഥമായിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോൾ സാറ് പറഞ്ഞു വെച്ചാൽ ഞാൻ ചികിത്സിക്കും 5 ദിവസം കൊണ്ട് നിങ്ങൾ വന്നതിൽ നിന്നും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രം 6ാമത്തെ ദിവസം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ല വരണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അത് ചികിത്സയില്ല എന്ന് പറഞ്ഞു. പിന്നെ 5 ദിവസത്തോട് സംഭവിച്ചത് രക്തം വരുന്ന മലം പോകാൻ തുടങ്ങി, വിശപ്പ് തുടങ്ങി, ദാഹം തുടങ്ങി, ഉറക്കം വന്നു. 5 ദിവസം കൊണ്ട് ശരീരത്തോടാതെ മരുന്ന് തൊടാതെ ഹീലിങ്ങിന് വേണ്ടി വന്നിരിക്കാൻ പറയും. അപ്പൊ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ അനുഭവസ്ഥരാണ്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ആലുവ മുപ്പത്തടം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുള്ള കേട്ടോ. നമ്മുടെ പേജിലൂടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും ആളുകളൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണം, മുപ്പത്തടം എന്ന് പറയുന്ന സ്ഥലത്ത് വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ചികിത്സ നടക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർ ആദ്യം തന്നെ കുറച്ച് കണ്ണടച്ചിരിക്കുന്ന ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ വരുന്ന സമയത്ത് എല്ലാവരും കണ്ണടച്ച് പിന്നീട് ആ ഒരു മണിക്കൂറിന് ശേഷമാണ് പിന്നീട് ഉണരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഒരുപാട് പേര് ഇവിടെ വർഷങ്ങളോളായിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞവരും അവരുടെ ഒരു മീറ്റപ്പ് ആയിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. എന്തായാലും ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഡോക്ടറെ നമുക്ക് പരിചയപ്പെടണം. ഇവിടുന്ന് വരാം. പേരെന്ന് പറയാം. അനീത. വീടെവിടെ? തൃശ്ശൂരാണ്. ഓ ഇവിടെ എന്തായിട്ട് വന്നാ ശരിക്കും? ഇവിടെ ഞാൻ 6 മാസം മുന്നേ എനിക്ക് ബാക്ക് പെയിൻ ആയിട്ടാണ് 1.5 മാസം വീട്ടിൽ കിടപ്പായിരുന്നു. അപ്പൊ അലോപ്പതി ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. വരുന്ന വെയിനിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്ത്, പിന്നെ നമ്മൾ കുറെ ആളുകളെ കണ്ടുള്ളതാണല്ലോ, അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. പിന്നീടാണ് ഞാൻ NYയിൽ അക്കാഡമിനെ കുറിച്ച്, ഡോക്ടർ നിസാർ സാറിന്റെ ഈ അക്കാഡമിനെ കുറിച്ച് യൂട്യൂബിലൂടെ അറിയുന്നത്. അങ്ങനെ യൂട്യൂബിലൂടെ അറിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. ഞാൻ കുറെ സെർച്ച് ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ ഒരാഴ്ച അവിടെ ഡിസ്റ്റൻസ് ഹീലാണ് ചെയ്തത്. അപ്പൊ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. യാത്ര ചെയ്യാനുള്ള ഒരു പൊസിഷനിലായപ്പോൾ ഞാൻ ഇവിടെ വരികയുണ്ടായത്. 11 സിറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഉഷാറായിട്ടാണ് പോയത്. അതിനുശേഷം സാർ എന്ത് പറഞ്ഞു അതുപോലെ നമ്മൾ അനുവർത്തിച്ച് വരുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഓരോ ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ 4 മാസമായിട്ട് ഓൺ റോഡാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ 2 വീലർ ഓട്ടുണ്ട്. എനിക്ക് ഓട്ടാൻ പറ്റിയിരുന്നില്ല. 2 വീലർ ഓട്ടുന്നു. സാറ് പറഞ്ഞു ചെറിയ വലിയ യാത്രകളൊക്കെ ചെയ്തോളൂ. ഇല്ല ഞാൻ കാറിൽ ഒരു സീറ്റിന്റെ ഇടയിൽ തലയണ 1-2 ഒക്കെ വെച്ച് സപ്പോർട്ടോട് കൂടിയിട്ടാണ് വന്നത്. എനിക്കിത് കയറി പോകുമ്പോഴൊക്കെ ഇവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റിയത്. പിന്നീട് ഞാൻ പോയത് ഓണത്തിന്റെ തലേന്ന് ഉത്തരാടത്തുന്ന ആളാണ്. ഞാൻ വളരെ ഉഷാറായിട്ടാണ് പോയത്. നല്ല രീതിയിൽ ഓണാഘോഷിക്കാൻ പറ്റി. മാത്രല്ല എന്നെ സംബന്ധിച്ച് ഞാൻ തൈറോയിഡിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 18 വർഷമായിട്ടാണ്. അപ്പൊ അന്ന് തൊട്ട് വെളുപ്പാങ്കാലത്ത് ആദ്യം എടുത്ത് കഴിക്കുന്ന ഗുളിക ഇതാണ്, തൈറോയിഡിന്റെ ആണ്, തൈറോനോം എന്ന് പറയുന്ന. അത് ഞാൻ ഈ കഴിഞ്ഞ 6 മാസമായിട്ട് ഉപേക്ഷിച്ചിരിക്കാം. എനിക്ക് യാതൊരു ഹെൽത്ത് പ്രോബ്ലം അതുമായി ബന്ധപ്പെട്ടില്ല. നിങ്ങൾക്കൊരു കൗതുകമായിട്ട് തോന്നുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ ആദ്യം മുതലേ തോന്നുന്നത്, ഇപ്പോഴും അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഈ നിൽക്കുന്നവരൊക്കെ രോഗം മാറിയിട്ടുള്ളവരാണ് പറയുന്നത്. അവരൊന്നും ഇപ്പോഴും മരുന്നോ ഒന്നും കഴിക്കാതെ ഇങ്ങനെ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. എന്തായാലും നമുക്ക് അവരോടൊക്കെ ചോദിക്കാം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ചേച്ചിയുടെ ബാക്ക് പെയിൻ ഒക്കെ മാറി, മറ്റുള്ള ഒരാളോട് പറഞ്ഞപ്പോ ഇത് വിശ്വസിച്ചോ? അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് ശരീരം എന്താണെന്നും ശരീരശാസ്ത്രം എന്താണെന്നും മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനത് പഠിച്ചുകൊണ്ടാണ് എന്താന്ന് എനിക്കറിയില്ല. ഇവിടെ മരുന്ന് വേണ്ട എന്ന് പറയുമ്പോൾ മരുന്ന് ഇവിടെ നിന്ന് തരുന്നുണ്ട്. ആ മരുന്ന് മറ്റു ഗുളികകളോ കഷായോ മരുന്നല്ല എന്നുള്ള, പക്ഷെ എനർജിയാണ് പാസ് ചെയ്യുന്നത്. നല്ല എനർജി പാസ് ചെയ്ത് ആ ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നെഗറ്റീവ് എനർജീനെ അവർ കളഞ്ഞിട്ട് അതിൽ പോസിറ്റീവ് എനർജി കയറ്റിന് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ചിരിക്കും. പിന്നെ ഞാനേ ഇവിടെ വന്നപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു, അങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒരു സ്ലോവിൽ പോയി, പിന്നെ അവിടുത്തെ പവറോട് കൂടി വരുന്നുണ്ട്. എന്താണ് ഇപ്പൊ ഞങ്ങളായാലും ഞാനൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനറാണ്. അപ്പൊ ഞാനിങ്ങനെ എത്ര വയ്യാതാവതില്ലാതെ നിന്ന് കഴിഞ്ഞാലും ഈ ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പ്രായത്തിലുള്ള ആളുകൾ പറയുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ചേച്ചിക്ക് ഇങ്ങനെ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ സ്വായത്തമാക്കിയ അല്ലെങ്കിൽ എന്നിലേക്ക് വന്ന ആ പോസിറ്റീവ് എനർജിയുടെ പവറാണ്. ഐ ആം ദ പവർ ഓഫ് എനർജി.
അപ്പൊ ഞാൻ അടുത്തൊരാള് അമ്മയുടെ ഇരിക്കുന്നത് അമ്മ എന്താ വിശേഷം? സുഖാണ്. പേരൊന്ന് പറയാ. സതി സതി എന്നാണ് അല്ലേ? എവിടെ വീട് എവിടെ ശരിക്കും നമ്മുടെ ഇരാറ്റുപേട്ട. ഇവിടെ എന്തായിട്ട് വന്നാ? ഇവിടെ എനിക്ക് സുഖമില്ലാതെ വന്നതാണ്. ഈ കാലിനെല്ലാം ഇങ്ങനെ പൊഴുത്ത് പൊട്ടി ഒലിച്ച് പിന്നെ ഛർദി ആണല്ലേ? വണ്ടിയൊക്കെ പോകത്തില്ല, കാറ് ഒന്നിനും പോയി ഛർദിയാണ്. ഛർദിച്ച് വീണ് പോകും. ഇപ്പൊ സുഖാണ്, കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. ഒരു അല്ലേ? കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഡോക്ടറെ ഒന്ന് പരിചയപ്പെടണം. ഡോക്ടറെ നമുക്ക് പരിചയപ്പെടണം. സാർ നമസ്കാരം. പേരൊന്ന് പറയാം. ജോസഫ്. വീട് തേവര. അതല്ലേ? ഇവിടെ എന്തായിട്ട് വന്ന ശരിക്കും? ഇവിടെ ഞാനൊരു 2 വർഷത്തിന് മുമ്പ് ആണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. കൈ കാൽ മരവിപ്പ്, അതായത് കാല് നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഒരു വലിച്ചിലുണ്ടായിരുന്നു. കൈ മരവിപ്പായിട്ട് എനിക്ക് ബട്ടൺ ഹോൾ ഇടാൻ പറ്റുന്നില്ല, പേന കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല, സ്കൂട്ടർ ഓടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ വരാനുള്ള കാരണം സിറ്റിയിലെ ഒരു പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ ഒരു ന്യൂറോ സർജനും ഒരു ന്യൂറോളജിസ്റ്റും എന്നെ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞു, ഇത് നട്ടെല്ലിലും കഴുത്തിന്റെ ഇതിലും വേദന ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് കൂടി നിങ്ങൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 സ്കാനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഇത് ഒരു ഓപ്പറേഷൻ വേണ്ടി വരുന്നു. കാരണം ഇത് നിങ്ങളുടെ നട്ടെല്ലില് കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സ്പൈനൽ കോഡിലെ ഞരമ്പ് ചൊളിഞ്ഞത് കൊണ്ടിട്ടാണ് ഈ കയ്യിലേക്കുള്ള ബ്ലഡ് പാസിംഗ് ഇല്ലാത്തത്. അതുകൊണ്ടിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. ഒരു 2.5 ലക്ഷം രൂപ നിങ്ങൾ ചെലവാക്കേണ്ടി വരും. അല്ല, എന്റെ ഒരു എല്ലാം എന്റെ ഫ്രണ്ട് ഇവിടെ വന്ന് അനുഭവം, അതായത് അയാളുടെ ബ്രെയിൻ ട്യൂമർ വരെ മാറി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ജോസഫേട്ട പേടിക്കേണ്ട, എന്ത് അസുഖം ഉണ്ടെങ്കിലും മാറി കിട്ടും. ഒന്ന് അവിടെ ജസ്റ്റ് ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു മൂന്ന് കോഴ്സ് ഞാനിവിടെ ചെയ്തു. ഒരു കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആ കൈയുടെ മരവിപ്പെല്ലാം കുറയാൻ തുടങ്ങി, കാലിൻ്റെ വലിച്ചിൽ കുറയാൻ തുടങ്ങി. പിന്നെ എനിക്ക് പ്രശ്നം, പകൽ മൂത്രം പോകില്ലായിരുന്നു. എനിക്ക് സുഖമായിട്ട് മൂത്രം പോകുന്നു, ഉറക്കം കിട്ടുന്നു. അത് ഞാൻ പറയാത്ത രോഗങ്ങൾ പോലും എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സ്വഭാവം. എനിക്ക് വളരെ എനർജറ്റിക് പവർ കിട്ടി. ചുരുക്കം പറഞ്ഞ ഇവിടെ എല്ലാവരും വളരെ പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്നത്. കുറേ പേര് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, കുറേ പേര് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ മാത്രമല്ല കേട്ടോ, 2-3 റൂമുകളിലായിട്ട് ഫുള്ളായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നവരുടെ കുറച്ച് പേരെ പിടിച്ചിട്ടാണ് ഇന്ന് നിർത്തിയിരിക്കുന്നത്. ഒരാളെ പരിചയപ്പെടാം. നമസ്കാരം. പേരൊന്ന് പറയാം. ഞാൻ മിർസ സഹീർ. എന്താ ചെയ്യുന്നത്? അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റാണ്. ഓക്കെ. എവിടെ വീട്? എടപ്പള്ളിയിലാണ്. എന്തായിരുന്നു സാറേ? ഇത് എനിക്കൊരു 9 കൊല്ലമായി. 2016 ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പം ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്തതാണ്. അത് കുറച്ച് 100% ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ മസിൽസ് കുറച്ച് സ്വല്പം വീക്കായി, പമ്പിങ്. കാരണം അവർ ചെയ്തപ്പോൾ തന്നെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം ഒരു പമ്പിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ മരുന്നാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മരുന്നൊക്കെ ആയിരുന്നു. ആ മരുന്ന് കഴിക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്നത്. അറ്റാക്ക് കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ ഇല്ലല്ല, ഇപ്പം 2.5 കൊല്ലമായി സാറിൻ്റെ അടുത്ത് ഞാൻ വന്ന് ട്രീറ്റ്മെൻറ്റ് വന്നു. ഇസ്മായിൽ. കോഴിക്കോട് ജില്ല. വടകരയാണ്. എന്തായിട്ട് വന്നതാ? ഞാൻ ഷുഗറും തൈറോയിഡിനും വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നു. ഷുഗർ, തൈറോയിഡ് രണ്ടിനും ഗുളിക അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു റിലേഷൻ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇവിടെ വരുന്നതും. 1.5 വർഷമായി ഇവിടെ. ഇപ്പൊ ഗുളികയൊക്കെ നിർത്തി. ഇവിടെ വന്നതിന് ശേഷം ഒരു മെഡിസിനും ഇല്ല. എല്ലാ ഗുളികകളും നിർത്തി. ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആ ഒരു അസ്വസ്ഥതകൾ ഇപ്പൊ മരുന്ന് കഴിക്കാത്തപ്പോ ഇല്ല. മരുന്ന് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ 1-2 ദിവസം ഗുളികയൊക്കെ നിർത്തിയാൽ നമുക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ ഗുളികയൊന്നും ഇല്ല. എന്തായാലും എല്ലാവരും പറഞ്ഞവര് ഇത് കാണുന്നവര് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. പേരെന്ന് പറയാം. വീട് കാഞ്ഞിരപ്പള്ളിയാണ്. ഞാൻ ഒരുത്തരെ പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒന്ന് നിൽക്കാൻ പറഞ്ഞത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. തീർച്ചയായിട്ടും. എനിക്കല്ല, ഉമ്മയുടെ ആവശ്യം വേണ്ടിയാണ് വന്നിരുന്നത്. 4 വർഷം മുമ്പുള്ള കാര്യമാണ് അത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ വിഷയം വയറ്റിൽ നിന്ന് പോകാത്തൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പിന്നെ കോളോസ്കോപ്പി ചെയ്തിട്ട് പറഞ്ഞു രക്തത്തിന്റെ മുകളിലൊരു മുഴയുണ്ട്, അതുകൊണ്ട് കുടല് മുറിച്ച് മാറ്റണം. മുറിച്ച് മാറ്റല്ല, വേറെ വഴികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും നമ്മൾ വേറെയും സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ ഒക്കെ എടുത്തപ്പോഴേക്കും എല്ലാവരും പറഞ്ഞത് കുടല് മുറിച്ച് മാറ്റാതെ വേറെ വഴിയൊന്നും ഇല്ല. ഉമ്മക്ക് 2 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, ഒരു കുറെ പഴയതിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ആരോഗ്യസ്ഥിതി കൊണ്ടും ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾക്ക് ഒരു വിശ്വാസം വന്നില്ല. ഉമ്മാക്കും എന്ത് ചെയ്യണം എന്നുള്ള വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കാണ് നമ്മുടെ സുഹൃത്താണ് പറയുന്നത് ഇങ്ങനെ ഒരു നിസാർ 31 ഒരാളുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും നിസാർ സാറിനെ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു 5 ദിവസം ഞാൻ ചികിത്സിക്കാം. 5 ദിവസം കൊണ്ട് വരുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഈ ബയോപ്സി കഴിഞ്ഞ ശേഷം വയറ്റിൽ നിന്ന് രക്തം പൊക്കൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് രക്തം മാത്രമേ പോകുന്നുള്ളൂ, മലം
മലം പോകുന്നില്ല, വിശപ്പ് ഇല്ല, ദാഹമില്ല, ഉറക്കമില്ല, എല്ലാവിധ അസ്വസ്ഥമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ചികിത്സിക്കും 5 ദിവസം. 5 ദിവസം കൊണ്ട് നിങ്ങൾ വന്നതിൽ നിന്നും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രം 6ാമത്തെ ദിവസം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ല വരണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ചികിത്സ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരാം, തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കുറേ നിർദ്ദേശങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ചികിത്സിച്ചു. 2ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് രക്തം വരും നിന്നുള്ളതാണ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് രക്തം ഒരു 5 ദിവസമായിട്ട് വന്നുകൊണ്ടിരുന്നത് 2ാമത്തെ ദിവസമായപ്പോൾ നിന്നുള്ളതാണ് ചികിത്സ തുടങ്ങി കഴിഞ്ഞ ശേഷം. പിന്നെ 5 ദിവസത്തോട് സംഭവിച്ചത് രക്തം വരുന്ന നിന്നു, വരുന്ന മലം പോകാൻ തുടങ്ങി, വിശപ്പ് തുടങ്ങി, ദാഹം തുടങ്ങി, ഉറക്കം വന്നു 5 ദിവസം കൊണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 5ാമത്തെ ദിവസം ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ചികിത്സ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 40 ദിവസത്തോളം ഞങ്ങൾ ചികിത്സ ചെയ്തു. എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടാണോ വന്നത് ആ പ്രശ്നം മുഴുവൻ ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ തിരിച്ചു പോയത്. അപ്പോൾ അത്രയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റം ഞങ്ങൾക്ക് ഇവിടെ നിന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. ആ സമയത്താണ് സാറ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നൊരു ദിവസം അപ്പം പിന്നെ സാറ് പറഞ്ഞിരുന്നു കുറേയേറെ ബുദ്ധിമുട്ട് ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഈ മരുന്നൊക്കെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് 500-600 ഒക്കെ ഷുഗറുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഇൻസുലിൻ എടുക്കുന്നില്ല സാറ് പറഞ്ഞ ഇത് പ്രകാരം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ തൊണ്ടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി നമുക്ക് രാവിലെ. അപ്പോൾ പറഞ്ഞു ഒന്നും കഴിക്കാൻ പറ്റില്ല, വെള്ളം പോയി ഇറക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് സാറ് പറഞ്ഞു നമുക്ക് ഹീലിംഗ് ഉണ്ട്, ഹീലിംഗ് വന്നിരിക്കാൻ പറഞ്ഞു. ഈ പറഞ്ഞ ശരീരത്തോടാതെ മരുന്ന് തൊടാതെ ഹീലിംഗിന് വേണ്ടി വന്നിരിക്കാൻ പറയും. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ അനുഭവസ്ഥരാണ്. വന്നിരുന്നു. അപ്പോൾ ഹീലിംഗ് കഴിഞ്ഞ ശേഷം സാർ പറഞ്ഞു നിങ്ങളുടെ ഇതും കൊണ്ടായ ശരീരത്തിലുള്ള മാറ്റത്തെ കുറിച്ച് എഴുതിയിട്ട് പറയാൻ പറഞ്ഞു. ഉമ്മയായിട്ടെന്ന് പറഞ്ഞു എൻ്റെ ഇവിടെ എന്തോ ഒരു അടയുന്ന പോലെയും പിന്നെ തുറക്കുന്ന പോലെയും തോന്നുന്നു. അപ്പോൾ ഇന്ന് വെള്ളം പോലും പിടിക്കാൻ അവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ ഉമ്മ പോയിട്ടൊരു കാര്യം ചെയ്യുന്നത് എന്താ വേണം ഇഷ്ടമുള്ള കഴിച്ചോളാൻ പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ ഉമ്മയോട് ചോദിച്ചു എന്താ വേണം, ബിരിയാണി മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ബിരിയാണി ആയിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. ഞാൻ കരുതില്ല ഭക്ഷണം കഴിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഉമ്മ ഒരു പ്ലേറ്റ് ബിരിയാണി ഫുള്ള് കഴിച്ചെന്നുള്ളതാണ്. അത് എന്തൊക്കെ അസ്വസ്ഥമായിട്ട് വന്നോ അത് മാറുന്ന അവസ്ഥ. ശരിക്കും അക്യുപഞ്ചറിന്റെ ഒരു വലിയൊരു മാറ്റമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് അനുഭവിച്ചറിഞ്ഞാലേ മാത്രമേ ശരിയാകും. പറയുന്നവരൊക്കെ പോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി മുഖത്തുണ്ട്. അതായത് സന്തോഷത്തിന്റെ തന്നെ ആയിരിക്കാം. പേരെന്ന് പറയാം. വീടെവിടെ? എന്തായിട്ട് വന്നു ഇവിടെ? ലിവർ സിറോസിലായിരുന്നു. ആണല്ലേ? ഓ ഓ ഓ. ഇപ്പോൾ ഒരു 7 വർഷം മുമ്പായിരുന്നു. മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. എവിടെ? കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പം ഡോക്ടർ ലിവർ മാറ്റിവെക്കലാണ് അന്തിമം ഒരു വിധമായിട്ട് പറഞ്ഞത്. അപ്പം ശരിക്കൊരു ഫലം കിട്ടില്ല എന്ന് പറഞ്ഞു. ലിവർ മാറ്റിവെച്ചാൽ പ്രഷർ വേരിയേഷൻ ഉണ്ടായാൽ അതൊരു വിഷയമാവും. അതുകൊണ്ട് ഈ മരുന്നൊക്കെ വെച്ച് 3-4 വർഷം ഇങ്ങനെ പൊക്കോളും എന്നുള്ള കണ്ടീഷനിൽ മരുന്ന് മേടിച്ചുകൊണ്ടെന്നാണ് ഇപ്പോഴാണ് നിസാർ സാഹിബിനെ പറ്റി അറിയുന്നത്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു, വയറൊക്കെ വീർത്തൊരു ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്നാണ് ഈ നിസാറിന് അന്ന് മരുന്ന് മേടിച്ച് അത് ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. എത്ര വർഷം മുന്നേ ഒന്ന് പറഞ്ഞാൽ? 7 വർഷം. ഇപ്പം കൊറോണയ്ക്ക് ഇപ്പം നോർമൽ. ഇപ്പം മരുന്നൊന്നുമില്ല. ഇപ്പോൾ ഹാപ്പി. 7 വർഷമായി. എന്ത് മരുന്ന് ഇവിടെ തന്നതെന്ന് പറഞ്ഞു തരും? എന്ത് ട്രീറ്റ്മെൻറ്റ് ഇവിടെ തന്നു? നീഡിൽ ഉള്ളി നീഡിൽ മാത്രം പവറുണ്ടോ? ഹൈ പവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവം നേരിട്ട് വന്ന് ചെയ്യുന്നതല്ല. അതുപോലെ ചെയ്യുന്ന ഒരാളുടെ ഒരു എക്സ്പീരിയൻസും കഴിവും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഡോക്ടർ ഒന്ന് പരിചയപ്പെടും. ഒരുപാട് പേര് ബാക്കിൽ കണ്ടിട്ട് അവരൊക്കെ ട്രീറ്റ്മെന്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇവരൊക്കെ ട്രീറ്റ്മെന്റ് വന്നതാണ്. കുറച്ച് പേരെ വിളിച്ചതാണ്. ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു, പുറത്ത് പോയിക്കണില്ല. ഡോക്ടർ അകത്തുണ്ടാ? നമുക്കൊന്ന് അകത്തൊന്ന് പോയേക്കാം. നമസ്കാരം. ഞാൻ ഡോക്ടറെ അന്വേഷിച്ച് വരുന്നത്. ഞാൻ അവിടെ കുറെ പേരെ പരിചയപ്പെട്ടിരുന്നു. നമുക്കൊന്ന് പുറത്തേക്കൊന്ന് സംസാരിക്കാം. അതായത് ഞാൻ ഈ മൈക്കൊന്നിങ്ങനെ കുത്തിക്കോട്ടെ. ഓക്കെ. ഒത്തിരി പേരോട് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിരുന്നു. നമ്മൾ ഈ ഒരു ചികിത്സയെ പറ്റിയിട്ടും പറഞ്ഞിരുന്നു. പക്ഷേ ഈ ചികിത്സ ഞാൻ അവിടെ ആദ്യം മുതലേ ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് നോക്കി നോക്കുമ്പോൾ ഇതെന്ത് ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചികിത്സ നമ്മുടെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് കാണാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല ഇത് എന്ത് ചികിത്സ. അപ്പോൾ മരുന്ന് ഇപ്പോൾ കൊടുക്കും ചോദിച്ചു. പക്ഷേ മരുന്നും കൊടുക്കുന്നുണ്ടില്ല, ഒന്നും കൊണ്ടില്ല. എല്ലാവരും ഇറങ്ങിപ്പോയി വളരെ ഹാപ്പിയായിട്ട് പോകുന്നു. ഇത് എന്ത് മാജിക് ഇവിടെ നടക്കുന്നു പറഞ്ഞു തരുമോ? സത്യത്തിൽ മാജിക് ഒന്നുമല്ല. ഇപ്പൊ കണ്ണട വെച്ചവര് കണ്ണട മാറ്റുന്നു, ഇപ്പൊ ക്യാൻസർ പേഷ്യൻസ് ക്യാൻസർ മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ മാജിക് കൊണ്ട് എന്തായാലും സംഭവിക്കില്ലല്ലോ. ഇത് അക്യുപങ്ചറാണ്. അക്യുപങ്ചറിന്റെ ഒരു ട്രഡീഷണൽ സിസ്റ്റമാണ്. അത് എനർജി വെച്ചിട്ട് നമുക്ക് ഹീൽ ചെയ്യാം. ഏത് രോഗത്തെയും എനർജി വെച്ചിട്ട് ഹീൽ ചെയ്യാം. ഞാൻ അവിടെ നേരത്തെ അതിൻ്റെ ഇടയിൽ നിന്ന് കയറുന്നിട്ട് നേരത്തെ ഒരുപാട് ആളുകൾ കണ്ണടക്കാൻ പറഞ്ഞിരുന്നു. കണ്ണടക്കാൻ പറഞ്ഞപ്പോൾ കുറേ പേര് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 100-150 മുകളിലുള്ള ആളുകൾ, 100-200 ആളുകൾ, 250 മുകളിലുള്ള ആളുകളുണ്ടായിരുന്നു. ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞു വരുന്നു. അപ്പോൾ ഒരു അനിയനെ കൊണ്ട് കയ്യിൽ കുത്തുന്ന് കണ്ടിരുന്നു. അതൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണ്. അതാണോ ട്രീറ്റ്മെന്റ്? ശരിക്കും പല ടൈപ്പ് ചെയ്യാം. നമുക്ക് തൊട്ടും ചെയ്യാം, സൂചി കുത്തും ചെയ്യാം, കളർ വെച്ച് ചെയ്യാം, കളർ തെറാപ്പി കൊണ്ട് ചെയ്യാം, തൊടാതെയും ചെയ്യാം. കാരണം എനർജി ബാലൻസ് ചെയ്യലാണ് അക്യുപങ്ചർ. ട്രഡീഷണൽ ചികിത്സയാണ് അക്യുപങ്ചർ. ഒരു ചൈനയുടെ ട്രഡീഷണൽ ചികിത്സയാണ്. അപ്പോൾ അതില് സാധാരണ രീതിയിൽ അക്യുപങ്ചർ എന്ന് പറയുമ്പോൾ സൂചി വെച്ച് കുത്തലാണ്. സൂചി വെച്ച് കുത്തിയാൽ മാത്രമല്ല അല്ലാതെയും ചെയ്യാൻ പറ്റും. കാരണം സൂചിയിലും മരുന്നില്ലല്ലോ. മരുന്നില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ സംവിധാനമാണ്.
ശരിക്കും മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇല്ല, പറഞ്ഞത്. മരുന്ന് ഈ ശാസ്ത്രത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഇല്ല, രൂപത്തിലുള്ള ഒരിക്കലും അങ്ങനെ സംഭവങ്ങളാണ്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. എല്ലാ ചികിത്സയിലും ഒരു മരുന്നുണ്ട്. ആ മരുന്ന് എന്താന്ന് വെച്ചാൽ ഇപ്പോ നമ്മൾ കഴിക്കുന്ന ഗുളികകള് ഒരു എനർജി ഉള്ളതുകൊണ്ടാണ് ആ മരുന്ന് എഫക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ എനർജി ഇല്ലെങ്കിൽ എഫക്ട് ചെയ്യൂല. ഇല്ല. ഏത് ഗുളിക കഴിച്ചാലും അതിലുള്ളത് എനർജിയാണ്. അതിന്റെ പേരാണ് മരുന്ന്. അല്ല ആ വസ്തുവിന്റെ പേര് മരുന്ന് എന്ന് പറയാൻ പറ്റൂല. ഇനി തൊട്ട് ചെയ്താലും ഇനി മരുന്ന് പിടിച്ച് ചെയ്താലും തടകി ചെയ്താലും അതിൽ എനർജി ഇല്ലാതെ ഇപ്പോ ഉഴിച്ചിൽ നടത്തിയാലും എനർജി കൊണ്ടാണ് രോഗം മാറുന്നത്. എനർജി ഇല്ലാതെ രോഗം മാറില്ലല്ലോ. ജനിച്ചു വീണ കുട്ടിക്ക് വരെയും നമുക്കിത് എഫക്ട് ചെയ്യും. എത്ര പ്രായമുള്ളവരും ഇപ്പൊ ഇവിടെ ക്യാമ്പിൽ പറഞ്ഞിരുന്നു 70-80 വയസ്സുള്ളവരൊക്കെ നമ്മൾ പൊതുവില് വാർദ്ധക്യ സഹജമായ രോഗമാണ്, അവർക്ക് ഇനി മാറൂല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇടുന്ന ആളുകളൊക്കെ ഉണ്ട്. സത്യത്തിൽ അങ്ങനെയുള്ള ഒത്തിരി ആളുകളുടെ രോഗം മാറിയത് ഇപ്പൊ ഒരു രാവിലെ കേട്ടതാണ് ഇവിടെ അനുഭവങ്ങൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവരുടെ രോഗം മാറൂല എന്നും പറഞ്ഞാൽ നമ്മൾ തള്ളാറ്. പ്രായമായില്ലേ ഇനി ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് തള്ളാറാ പതിവ്. പക്ഷെ അവരൊക്കെ രോഗം മാറും എത്ര പ്രായമാണെങ്കിലും. കാരണം എനർജി ഇല്ലാത്തതിന്റെ കുറവ്, എനർജിയുടെ ഇൻബാലൻസ് പരിഹരിച്ചാൽ അയാളുടെ ആയുസ് ഉള്ളിടത്തോളം കാലം അയാൾക്ക് സന്തോഷത്തിലേക്ക്. ഞാനിവിടെ വരുന്ന സമയത്ത് എല്ലാവരും കണ്ണടച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ കണ്ണു തുറന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും എന്ത് ഫീൽ അവർക്ക് കൊടുക്കുന്നത്? എല്ലാവരും ഒരാൾ പോലും ഉറങ്ങാത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങാന്നല്ല, കണ്ണടച്ചിരിക്കും. ഉറങ്ങാൻ അറിയില്ല. പലരും കുട്ടികളടക്കം അവിടെ കണ്ണടച്ചിരിക്കുന്ന ഒരു നിശബ്ദമായിട്ടുള്ളൊരു സമയം. ശരിക്കും മെഡിറ്റേഷനോ സംഭവം ഒന്നും അല്ല. അത് നമ്മള് മെറിഡിയനെയാണ് ബാലൻസ് ചെയ്യുന്നത്. അതായത് അക്യുപഞ്ചറിന്റെ ഒരു 361 പോയിന്റ്സ് ഉണ്ട്. ആ 361 പോയിന്റ്സ് അതിനൊരു എനർജി ചാനലുണ്ട്. ആ ചാനലിനുണ്ടാവുന്ന എനർജിയുടെ ഇൻബാലൻസ് ആണ് രോഗം. അതിനെ ബാലൻസ് ചെയ്യുമ്പോൾ അവർക്ക് ശരീരത്തിന് നല്ല സുഖം ഉണ്ടാവും. ആ സുഖത്തിന്റെ ഉറക്കമാണ് കണ്ടത്. എന്തൊക്കെ രോഗത്തിന് ഈ ഒരു അല്ല, ഇത് ഇന്ന രോഗത്തിന് ഒന്നുമില്ല. സത്യത്തിൽ അക്യുപങ്ചർ രോഗം ബേസ് ചെയ്തല്ല ട്രീറ്റ്മെന്റ് ചെയ്യുക. ഇതിപ്പോ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ചിട്ട് വലുത് തന്നെയാണ്. പക്ഷെ അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ചികിത്സകൾ ആയുർവേദവും സിദ്ധ ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ 5 എലമെന്റിനെ ബാലൻസ് ചെയ്യലാണ് ട്രഡീഷണൽ ചികിത്സകളുടെ ബേസ്. അപ്പൊ 5 എലമെന്റിനെ ബാലൻസ് ചെയ്താൽ എല്ലാ രോഗവും മാറും എന്നാണ് പറയാം. പക്ഷെ അത് സാധാരണ സമൂഹത്തോട് പറഞ്ഞാൽ തിരിയണമെന്നില്ല. പല രൂപത്തിലുള്ള അക്യുപഞ്ചർ ഉണ്ടല്ലേ? അതെ, സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ, മൾട്ടി നീഡിൽ അക്യുപഞ്ചർ. ഇവിടെ എന്തൊക്കെ അക്യുപഞ്ചറാണ്? ഇവിടെ നമ്മളിപ്പോ എല്ലാ ഇവിടെ എഴുതി വെച്ചാണ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഇപ്പൊ ട്രയോർജിൻ അക്യുപഞ്ചർ ഉണ്ട്, 6K അക്യുപഞ്ചർ ഉണ്ട്, സിംഗിൾ നീഡിൽ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിവിടെ മെയിൻലി ചെയ്യുന്നത് NYL ഹീലിംഗ് ആണ്. നൈൽ ഹീലിംഗ് എന്നാ പറയാം. ഇത് ശരിക്കും മറ്റുള്ളവർക്കും പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലൊക്കെ ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, അഡ്വാൻസ് ഡിപ്ലോമ ഉണ്ട്. ഇപ്പോ ഇവരിപ്പോ ഡിപ്ലോമ കഴിഞ്ഞിരിക്കുന്നവരാണ്. നമ്മളിപ്പോ ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, കോൺവെക്കേഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പൊ ഇവിടെ പ്രാക്ടീസിനായിട്ട് രാവിലെ വന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണ് അല്ല? പേരെന്ന് പറഞ്ഞേ? ഷാരി. പേര്? ഇവിടെ എത്ര വർഷമായിട്ടുണ്ട്? 2 വർഷമായി. 2 വർഷമായി. ഈ കോഴ്സിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞപ്പോ? ഞങ്ങൾ ട്രീറ്റ്മെന്റിനാണ് ആദ്യം വന്നത്. മനസ്സിലായില്ല? ട്രീറ്റ്മെന്റിനാണ് ആദ്യം വന്നത്. ഇവിടെ ട്രീറ്റ്മെന്റ് വേണ്ടി വന്നതാണോ? അതെ. അങ്ങനെ ഒരു കോഴ്സ് പഠിക്കായിരുന്നോ? അതിലുള്ള ഗുണം കണ്ടിട്ട് നമ്മൾ പിന്നെ പഠിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് അനുഭവം ഉണ്ടായപ്പോഴാണ് നമുക്കിത് പഠിക്കണം എന്ന് തോന്നിയത്. ആണല്ലേ? എവിടെ വീട് പറഞ്ഞേ? പെരുമ്പാവൂര്. ഇതിലേക്ക് വരണം തോന്നാൻ? ട്രീറ്റ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഗുണമാവുമല്ലോ, അത് ഉദ്ദേശിച്ചിട്ടാണ്. ആണല്ലേ? എന്ത് രോഗമായിട്ട് വന്ന്? ഞാൻ നട്ടലിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇരുന്നോടത്തുനിന്ന് എണീക്കാനും കിടന്നു കഴിഞ്ഞാൽ ഒരു സഹായം വേണമായിരുന്നു, ഒരാളുടെ സഹായം വേണമായിരുന്നു. പക്ഷെ അവിടുന്ന് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം എനിക്കിപ്പം ഒരു പ്രശ്നമില്ല ആ ഒരു രീതിയിൽ. ഡെലിവറി റിലേറ്റഡ് ഇഷ്യൂ ആയിട്ടാണ് വന്നത്. ഇപ്പൊ മോന് 6 വയസ്സായി. ഞാനിവിടെ അഡ്വാൻസ് ലെവലിൽ പഠിക്കും. മറ്റുള്ളവർ ചികിത്സിക്കാൻ പ്രാപ്തരായി. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ മണിക്കൂറോളം ഇത് പോകേണ്ടി വരും. അപ്പൊ എന്തായാലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് വിളിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.